നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ് ആണ്. നമ്മൾ 2-3 ക്ലാസ്സിൽ ഇത് പഠിച്ചു, പക്ഷേ വീണ്ടും ഇത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്നും അത് പഠിക്കണം, ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി തരാം. എഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റില് വെൻ 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആസ് വെൽ ആസ് വിത്ത് along with, together with, accompanied by, besides, the verb agrees with the first subject. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ്? 2 സബ്ജക്ട്സ് ആസ് വെൽ ആസോ വിത്ത്, along with, together with, accompanied by, besides ഇവ ഏതെങ്കിലും വെച്ച് യോജിപ്പിച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച്, അല്ലേ, അതാണ് ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് സീത ആസ് വെൽ ആസ് ഹെർ ബ്രദേഴ്സ് അങ്ങനെ യോജിപ്പിച്ചേക്കുമല്ലേ. സീത ആസ് വെൽ ആസ് ഹെർ ബ്രദേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണെങ്കിലും ആദ്യത്തെ സബ്ജക്റ്റ് സീതയാണ്, അപ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ ഏത് വേണം? അതനുസരിച്ച് വെർബ് ചേർക്കാവുള്ളൂ. ഈസ് ആണ് വേണ്ടത്. കാരണം ഹെർ ബ്രദേഴ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട്, അല്ലെ സീതയും അവളുടെ സഹോദരന്മാരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആറ് ചേർക്കരുത്. ഇത്രയും തെറ്റാണ്. കാരണം ആസ് വെൽ ആസ് ചേർത്ത് ഇവിടെ യോജിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ സീത ആസ് വെൽ ആസ് ഹെർ ബ്രദേഴ്സ് ഈസ് കമ്മിങ് ടുഡേ. നമ്മൾ പറയുമ്പോൾ ഒരു ചേർച്ചക്കുറവ് തോന്നുമെങ്കിലും കറക്റ്റ് ഉള്ളത് ഈസ് എന്നാണ്, ശ്രദ്ധിക്കുക. അടുത്തത് നോക്കിയേ, ദ ബോയ്സ് ആണ് ആദ്യത്തെ സബ്ജക്റ്റ്, അല്ലേ. ദ ബോയ്സ് വിത്ത് ദെയർ ടീച്ചർ, വിത്ത് ദെയർ ടീച്ചർ. ബോയ്സ് എന്നുള്ളത് ഒന്നിൽ കൂടുതലല്ലേ, പ്ലൂറലാണ്. അപ്പോൾ ഏത് വേണം? ഡാഷ് ലെഫ്റ്റ്. ഹാവ് വേണോ ഹാസ് വേണോ? ഇവിടെ ഹാവ വേണ്ടേ, കാരണം ബോയ്സ് എന്നുണ്ട്. ബോയ് ഉള്ളെങ്കിൽ ഹാസ് മതിയായിരുന്നു. ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? പ്ലൂറൽ അല്ലേ, ബോയ്സ് എന്നുള്ളതുകൊണ്ട് ഹാവ്, അല്ലേ, ഹാവ്. അപ്പോൾ ഇത് ആദ്യത്തേത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് എഴുതി. ഇവിടെ ബോയ്സ് ഉണ്ട്, അപ്പോൾ ഹാവോ ഹാസ് ചേർക്കണേ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഹാവ് അല്ലേ, അങ്ങനെ ഹാവ് ചേർത്തു. അടുത്തത് പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് ആദ്യത്തെ സബ്ജക്റ്റ്. എലോങ് വിത്ത്, കണ്ടോ, ഈ എലോങ് വിത്ത് ഉണ്ടെങ്കിൽ ഹിസ് സെക്രട്ടറീസ്. പ്രൈം മിനിസ്റ്ററും സെക്രട്ടറിമാരും ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും, പക്ഷേ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ, പ്രൈം മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് വേണം? ഹാവ് വേണോ ഹാസ് വേണോ? ഹാസ് ആണ് വേണ്ടേ. പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് സെക്രട്ടറീസ് ഹാസ് ലെഫ്റ്റ് ഫോർ അമേരിക്ക. അപ്പോൾ ഏത് വേണം? ഹാസ് ആണ് വേണ്ടത്. ഇനി ഇത് നോക്കിയേ, എമൗണ്ട് ഓഫ് മണി, ഹൈറ്റ്സ്, വെയ്റ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്നുവെച്ചാൽ ആർ ട്രീറ്റഡ് ആസ് സിംഗുലർ, അല്ലേ. എന്താണ്? എമൗണ്ട് ഓഫ് മണി, ഹൈറ്റ്സ്, വെയ്റ്റ്സ്, ഡിസ്റ്റൻസ് ഒക്കെയാണ് സിംഗുലർ ആയിട്ട് നമ്മൾ കണക്കാക്കണതും. ദേ ടേക്ക് സിംഗുലർ വെർബ്. അപ്പം അതിനൊരു എക്സാമ്പിൾ നോക്കാം. 1000 റുപ്പീസ്, കണ്ടോ, 1000 രൂപ എന്നുള്ള റുപ്പീസ് എന്നുണ്ടെങ്കിലും നമ്മൾ ചാടി ആറ് ചേർക്കരുത്. പിന്നെ ഏത് വേണം? സിംഗുലർ ചേർക്കണം. കാരണം ഇതുണ്ടോ, 1000 റുപ്പീസ് എന്നാണെങ്കിൽ ഇതുണ്ടോ, എമൗണ്ട് ഓഫ് മണിയാണ്, അല്ലേ. അപ്പോൾ ഈസ്. എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ട് തോന്നുമെങ്കിലും 1000 റുപ്പീസ് ആണെങ്കിലും സിംഗുലർ എഴുതാവുള്ളൂ. അപ്പോൾ ഈ 1000 റുപ്പീസ് ഈസ് എ ലോട്ട് ഓഫ് മണി എന്നാണ് ശരി. അടുത്ത നോക്കിയേ, 20 മൈൽസ് ഡാഷ് എ ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഏതും വരും? ഇത് ഉണ്ടോ, ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഏത് വേണം? 20 മൈൽസ്. ആറ് വേണോ ഈസ് വേണോ? സിംഗുലർ വേണോ, അല്ലേ, ഈസ്. ഇതൊക്കെ ശ്രദ്ധിക്കണം, മിക്ക പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്, അല്ലേ. 20 മൈൽസ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ്. അടുത്ത് നോക്കിയേ, 10 മിനിറ്റ്സ് ഉണ്ടോ, സമയം. ആൻഡ് ഡിസ്റ്റൻസ്, എമൗണ്ട് ഓഫ് മണി, ഹൈറ്റ്, വെയിറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. 10 മിനിറ്റ്സ് എന്നുള്ളത് സമയമാണ്. അപ്പോൾ സമയമാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഉള്ളത് തന്നെയാണ്. ഈ മണി, ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ് പോലെ തന്നെയാണ്. അതാണെങ്കിലും ഇത് സമയമല്ലേ, സമയമാണെങ്കിലും ഈസ് മതി. ഉണ്ടോ, 10 മിനിറ്റ്സ്, 10 മിനിറ്റുകൾ നമ്മൾ കണക്കാക്കരുത്. അപ്പോൾ 10 മിനിറ്റ്സ് ഈസ് അലൗഡ് ടു ഈച്ച് സ്പീക്കർ. അപ്പോൾ അത് എമൗണ്ട് ഓഫ് മണി, ഹൈറ്റ്, വെയിറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഇതൊക്കെ ഏത് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ 10 മിനിറ്റ്സ് സമയം വന്നാൽ 10 മിനിറ്റ്സ് എന്ന് ഒറ്റയായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഏത് വേണം? ദേ ടേക്ക് സിംഗുലർ വെർബായിട്ട് നമ്മൾ കണക്കാക്കണം. ആ സിംഗുലർ എഴുതണം. സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് കണക്കാക്കിയിട്ട് വെർബ് സിംഗുലർ എഴുതണം. അതാണ് ഞാൻ ഒന്നുകൂടെ പറയാം. ആസ് വെൽ ആസ് ചേർത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ബിസൈഡ്സ് ഇവയൊക്കെ ചേർത്ത് 2 സെന്റൻസുകൾ എഴുതുകയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ചേർക്കണം. സീത എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് ചേർത്തു, അല്ലേ. അടുത്തത് ദ ബോയ്സ് എന്നുള്ള പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ചേർത്തു. പ്രൈം മിനിസ്റ്റർ എന്നുള്ള സിംഗുലർ ആയതുകൊണ്ട് ഹാവല്ല ഹാസ് ചേർത്തു. അത് ഇതനുസരിച്ച്. ഇനി ഇതനുസരിച്ചോ, കേട്ടോ, 1000 റുപ്പീസ് എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതലില്ല, സിംഗുലർ ആയിട്ട് കണക്കാക്കണം, ഈസ് ആണ് എഴുതേണ്ടത്.
20 മൈൽസും ഈസ് വേണം. 10 മിനിറ്റ്സ് അത് ഈസ് വേണം. അത് കാരണം ഇത് ഫസ്റ്റ് വെർബിൻ്റെ അനുസരിച്ച് ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ചേർക്കണം എന്നുള്ളതാണ് ഇതിനകത്ത്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.